ഇതിനെക്കുറിച്ച് കുറേ ഞാൻ ബാഡ് റിവ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ചെയ്ത് നോക്കി, ഞാൻ അല്ലാതെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന പോലെ ഓരോന്ന് മേടിച്ച് കൂടിയിട്ടുണ്ട്. കൊറിയക്കാരെ പോലെ ഗ്ലാസ് സ്കിൻ വേണം, അവരെ പോലെ അങ്ങനെ ആണെങ്കിലും അതൊരിക്കലും നടക്കില്ല. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഹോസ്റ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കുറച്ച് നാളും കൂടെ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുറച്ച് എന്താ പറയുക സ്കിൻ കെയർ എന്നാണ് പറയാം, സ്കിൻ കെയർ പ്രൊഡക്ട്സ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പം വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ മാക്രോ എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ നിന്നാട്ടോ മേടിച്ചത്. ഇതിനെക്കുറിച്ച് കുറേ ഞാൻ ബാഡ് റിവ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് സ്കാം ആണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. റിവ്യൂസ് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇത് MGS പ്രോഡക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് 3 ദിവസത്തിനുള്ളിൽ കേട്ടോ കിട്ടിയത്. അപ്പം ഇത് കിട്ടിയപ്പോൾ ഞാൻ വിശ്വാസം നേരിടുന്നു. പക്ഷേ ഞാൻ MGS ആയിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിതുവരെ വന്നില്ല. ഇനി അതിന് എന്ന് വരുമെന്ന് അറിയത്തില്ല. അപ്പം ഉള്ളത് നമുക്ക് നോക്കാം. എൻ്റെ സ്കിന്നിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ സ്കിന്നിന് പല സമയത്ത് പല സ്വഭാവങ്ങളാണ്. എനിക്ക് ഇപ്പോൾ ഉള്ളത് ഭയങ്കരമായിട്ടുള്ള ഡ്രൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുരിനിളന്ന പോലെയൊക്കെ തോന്നും നമുക്ക്. അത് മാത്രമല്ല ചില സമയത്ത് ഇനി കോമ്പിനേഷൻ ആവും. പിന്നെ സെൻസിറ്റീവ് ആണ് ഓൾറെഡി. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് ഡ്രൈ ആയി, നല്ലതായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. ഇപ്പം അതിന് എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള കേട്ടോ ഞാൻ നോക്കിയെടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതൊക്കെയാണ് സാധനങ്ങൾ. ഓക്കെ, ഇത്തവണ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ, നമുക്ക് കൊറിയൻ സ്കിൻ കെയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ സ്കിന്നിപ്പോൾ വളരെ 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 മോശം കണ്ടീഷനിലാണ്. കാരണം ഈ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ 2 ദിവസം ചെയ്യും 2 ദിവസം ചെയ്യില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ ഇനി തൊട്ട് എനിക്ക് കെയർ ചെയ്ത് തുടങ്ങണം എന്നൊരു തോന്നൽ. കാരണം ഞാൻ ഏവിയേഷനാണ് പഠിക്കുന്നത്. അപ്പം എൻ്റെ സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ സാധനം കേട്ടോ. ഇത് എന്താ, കോസാറെക്സ്, അതെ, അതിൻ്റെ ക്ലെൻസറാണ്. കണ്ടു. ഓക്കെ, ലോ PH ഗുഡ് മോർണിംഗ് ജെൽ ക്ലെൻസർ. നല്ലതാണ്. ഞാൻ നല്ല റിവ്യൂസൊക്കെ നോക്കിയെടുത്തതാ. പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയതൊക്കെ നോക്കിയെടുത്തതാ. ഇതാണ് ഫസ്റ്റ് സാധനം. ഓക്കെ, ഇത് ഇപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോണറാണ്. അപ്പം ടോണർ എനിക്ക് സത്യമായും പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയാം. ഓക്കെ, നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക, അതിനെ സൂത് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ എടുത്തത് ടോറിഡൻ എന്നൊരു K-beauty ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അത്യാവശ്യം നന്നായിട്ട് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ മോയ്സ്ചറൈസറും സിറമാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. പക്ഷേ ടോണറും നല്ലതായിരിക്കണമല്ലോ, നല്ലതാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മേടിച്ചതാണ്. ഓക്കെ, ഇതാണ് സാധനം. അപ്പം ഇത് അത്യാവശ്യം ഉണ്ട് ക്വാണ്ടിറ്റി. ഇന്ന് തീർക്കാനാണോ? ഓക്കെ, നോക്കാം. അപ്പം അടുത്തത് എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പം ഇതാണ്. ഓക്കെ, അപ്പം ഇതിന് പിന്നെ പ്രത്യേകിച്ച് ഇപ്പം ഈ ഇടയ്ക്കല്ല കുറേ ആയി നന്നായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു. അപ്പം അത് ഞാൻ അന്ന് തൊട്ട് എനിക്ക് മേടിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് എന്നുള്ളൊരു ഇത് കിട്ടിയത്. സോ ഇതാണ് സാധനം. എന്താ കേട്ടോ, ഇത് വരുന്നില്ലല്ലോ. ഓക്കെ, കണ്ടു നമുക്കിങ്ങനെ കൊള്ളാലോ. ഇങ്ങനെ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കിങ്ങനെ ആക്കണം എന്നുള്ളൊരിത്. അതിൻ്റെ ഒരു കൊള്ളാട്ടോ, നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ്. ഓക്കെ, ഇതൊക്കെ മാറ്റി വയ്ക്കാം. അപ്പം ഇനി വരുന്നത് മോയ്സ്ചറൈസറാണ്. ഞാൻ മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ ഇത്
എറ്റ്യൂഡ് എന്നാണ്ടാണ് പറയുന്നത്. എറ്റ്യൂഡ് സോൺസാങ് ഹൈഡ്രോ ബാരിയർ ക്രീം. ഓക്കെ. ഇത് എന്താണെന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസ് നമുക്ക് ഉപയോഗിക്കാം. കാരണം എനിക്ക് ഈ ഇടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ചെറിയ ചെറിയ ബംസ് ആയിട്ടൊക്കെ ഇവിടെ മൊത്തം വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു പറഞ്ഞു എൻ്റെ ബാരിയറിൻ്റെ പ്രശ്നമാണ്, ബാരിയർ എന്തോ ആയിട്ടുണ്ട്, അപ്പം അതൊന്ന് നേരെയാക്കണം എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് ബാരിയർ റിപ്പയർ ക്രീമാണ് സംഭവം. ഇത് എറ്റ്യൂഡ് സോൺസാങ് എന്ന് പറയുന്ന കെ ബ്യൂട്ടി ആണ്. മൊത്തം കൊറിയനാണ് തപ്പി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതാണിത്. ഇത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. അപ്പം ഇതാണ് സർ. ഇതെങ്ങനെയാ എന്തോ കാണുന്നുണ്ട്. ഹൈഡ്രേഷൻ ആണല്ലോ ഈ കൊറിയൻ സ്കിൻ കെയറിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പം അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഡ്രൈ ആയതുകൊണ്ട് എനിക്ക് ഹൈഡ്രേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് മാത്രം പോലെ വെള്ളം കുടിക്കണം. അപ്പം അതാണ്. അപ്പം അടുത്തത് എനിക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടി. എനിക്ക് ഈ സ്നെയിൽ മ്യൂസിനില്ലേ, ഇതിൻ്റെ കൂടെ എനിക്ക് കോംബോ ആയിട്ട് കിട്ടിയത് ഈ ക്രീമാണ്. അപ്പം ഇത് രണ്ടും സെപ്പറേറ്റ് മേടിച്ചാൽ എനിക്ക് കോംബോ ആയിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ഇത് ഓൾ ഇൻ വൺ ക്രീം. എനിക്ക് തോന്നുന്നു ഇത് ഏതെങ്കിലും ഒരെണ്ണം മതി. ബട്ട് എനിക്ക് കോംബോ ആയിട്ട് കിട്ടിയോണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ രണ്ടും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്തത്. ഇതൊക്കെ ഇച്ചിരി പൊളിക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷേ നല്ല പാക്കേജിങ് ആണ്. പക്ഷേ ഇച്ചിരി പൊളിക്കാൻ ഇച്ചിരി പാടായിട്ട് തോന്നിയിട്ടുണ്ട്. സ്മെല്ലൊന്നുമില്ല. കുറച്ചെടുത്ത് നോക്കാം. ഇതും ആ സാധനത്തിനെ കുറച്ച് ക്രീമി ആയിട്ടുള്ള സാധനമാണ്. ഇത് നമുക്കിങ്ങനെ ആക്കാൻ പറ്റും. കൊള്ളാം. ഓക്കെ. ഇതും ഹൈഡ്രേഷൻ ചെയ്തിരുന്ന സാധനമാണ്. ഇത് നമുക്ക് മോയ്സ്ചറൈസറായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഇതാണ് സാധനം. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയറിൽ തന്നെ മെയിനായിട്ട് വേണ്ട സാധനമാണ് സൺസ്ക്രീൻ. ഞാൻ ഈ ഒരു ബ്രാൻഡ് ബ്യൂട്ടി ഓഫ് ജോസോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് എടുത്തത്. ഇതിനെക്കുറിച്ച് കുറേ ട്രെൻഡി ആയിട്ടിരിക്കുന്ന സാധനമാണിത്. ആയിരുന്നു ഇപ്പോഴും ആണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം അതിൻ്റെ ഈ സംഭവം കുറച്ച് പൊളിക്കാൻ പാടാണ്. എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത്. ഇത് നോക്കാം. എന്തായാലും വരുന്നില്ലല്ലോ. ബ്യൂട്ടി ഓഫ് ജോസോൺ. യെസ്, ഹലോ. ബ്യൂട്ടി ഓഫ് ജോസോൺ എന്ന് പറഞ്ഞതിൻ്റെ സൺസ്ക്രീനാണ്. ഇതിനെക്കുറിച്ച് കുറേ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ മേടിച്ചതാണ്. പക്ഷേ ഇത് എൻ്റെ സ്കിൻ ടൈപ്പിന്, ഇതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നിനൊക്കെ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പം സൺസ്ക്രീൻ. അയ്യോ സോറി. ബ്യൂട്ടി ഓഫ് ജോസോൺ. നല്ല കാര്യം. ഓക്കെ. അപ്പം അടുത്തതെന്ന് പറയുന്നത് ഒരു ലിപ് ടിൻ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ കൊറിയയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കുഷൻ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, എന്താ ടെർട്ടറിൻ്റെ ഒരു ലിപ്പ് ടിൻ്റാണ്. വാട്ടറിസം എന്തോ ആണ് എൻ്റെ പേര്. ഉണ്ടോ, ഇതാണ് സാധനം. ഇത് ഭയങ്കര നമ്മുടെ ഐസ് ക്യൂബ്സ് ഇല്ലേ, അതേപോലെയാണ് എൻ്റെ പാക്കേജിങ്. കൊള്ളാം. ടെർട്ടറിൻ്റെ തന്നെയാണ്. അധികം വിലയൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് ടിൻ്റാണ്. ഞാൻ ഇതൊരു ഗ്ലോസ് പോലെ സാധനം. ഞാൻ പിന്നീട് സെല്ലിട്ട് കാണിച്ചത്. ഓക്കെ, ഇതാണ് സാധനം. ഇത് നല്ല ക്യൂട്ട് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നിയത്. ഓക്കെ, ഇതാണ് സാധനം. പിന്നെ എനിക്ക് ഫ്രീ കിട്ടിയതാണെന്നാണ് എൻ്റെ നിഗമനം. പിന്നെ എനിക്ക് ഫ്രീ 2 കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ നേരത്തെ കാണിച്ച ടോണറില്ലേ, ആ ടോണറിൻ്റെ തന്നെ ഫോമിങ് ക്ലെൻസിങ് ഫേസ് വാഷാണ്. ഫോമിങ് ഇത് ഫ്രീ. ഇത് ചെറിയൊരു സാമ്പിൾ പാക്കാണ് കിട്ടിയേക്കുന്നത്. പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു
ലിപ്പ് ഓയിൽ ടിൻ്റാണ്. എച്ചൂഡ് നമ്മൾ നേരത്തെ കാണിച്ച ബാരിയർ ക്രീമില്ലേ, അതിൻ്റെ സെയിം കമ്പനിയാണ്. എച്ചൂഡ് ലിപ്പ് ഓയിൽ എന്നാണ് പറയുക. ഓക്കെ, ഇത് നല്ല ക്യൂട്ടാണ്. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഇതിനെനിക്ക് തോന്നുന്നു ഇതിന് വലിയ കളറില്ല കേട്ടോ. ഇത് പിങ്കാണ്, പക്ഷെ അതിനകത്ത് വലിയ കളറൊന്നുമില്ല കണ്ടോ. അല്ല, ഗ്ലോസ് ആയിട്ട് ഗ്ലോസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഗ്ലോസ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതെനിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. ഇതിൻ്റെ പ്രൈസ് 750 എന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടോ? ഞാനത് പറയണ്ടല്ലോ, ബില്ലാണ്. പണ്ടോട്ടെ ബില്ല് തിരിഞ്ഞാക്കേണ്ട സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ബില്ല് നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. സംഭവം ഞാൻ ഈ കൊറിയൻ സ്കിൻ കെയർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ ഇവിടെ ഡോക്ടർ പറഞ്ഞത് ചെയ്ത് നോക്കി, ഞാൻ അല്ലാതെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന പോലെ ഓരോന്ന് മേടിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇട്ടപ്പോൾ എൻ്റെ സ്കിന്നിന് ചിലതൊന്നും തീരെ പിടിക്കുന്നു. ചിലതിട്ടപ്പോൾ എൻ്റെ മുഖം ഭയങ്കര ഇറിറ്റേഷനും റെഡ്നെസ് ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് കൊറിയൻ സ്കിൻ കെയർ ഒന്ന് ട്രൈ ചെയ്ത്, കാരണം അതും കൂടി ഇനി ട്രൈ ചെയ്യാനുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ഇതെന്ന് പറയുന്നത് എനിക്കൊരു ക്ലിയർ സ്കിൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് കൊറിയക്കാരെ പോലെ ഗ്ലാസ് സ്കിൻ വേണം, അവരെ പോലെ അങ്ങനെ ആണെങ്കിലും അതൊരിക്കലും നടക്കില്ല. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അപ്പം അവരുടെ ലൈഫ് സ്റ്റൈൽ ജനിച്ചപ്പോൾ അവരുടെ സ്കിൻ അങ്ങനെയാണ്, നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റില്ല. പക്ഷേ അത്രയും വരില്ലെങ്കിലും ചെറിയൊരു കെയർ കൊടുക്കണം നല്ലതാണെന്ന് എനിക്ക് തോന്നി. എന്നുവെച്ചാൽ ഇത്രയും പ്രൊഡക്ട്സ് ഒന്നും വേണ്ട, സാധാരണ ക്ലെൻസിങ്, മോയ്സ്ചറൈസ്, സൺസ്ക്രീൻ ഇത്രയും മതി. പിന്നെ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇത് വർക്കാവും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് എടുത്തത്. അപ്പം ഇത് യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ പറയാനൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം, എനിക്ക് അറിയാവുന്ന പോലെ പറയാം. അല്ലാതെ ഞാനിത് മേടിച്ചിട്ടുള്ളത് എനിക്ക് കൊറിയക്കാരെ പോലെ ആവണം അങ്ങനെയൊന്നും ഒരു ഇത് ഉണ്ടായിട്ടല്ല. കാരണം പറഞ്ഞല്ലോ ഞാൻ, അവരുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്, സ്കിൻ ഡിഫറെൻ്റ് ആണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അവർ ഈ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ കാണും. നമുക്ക് ഇന്ത്യയിൽ പറയാൻ ഇന്ത്യയുടെ സ്കിൻ ഡിഫറെൻ്റ് ആണ് കമ്പയർ ടു ദം. അപ്പം അവരെ പോലെ നമുക്ക് ആവാൻ പറ്റില്ല. എന്നാലും ഒരു ക്ലിയർ സ്കിൻ, ഒരു നല്ല ഹൈഡ്രേഷൻ കിട്ടാൻ അവരുടെ പ്രൊഡക്ട്സ് യൂസബിൾ ആവും. പിന്നെ ഇതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് എന്താണെന്ന് വിചാരിച്ചാൽ അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട്. അപ്പം അത്രയ്ക്കുള്ളൂ എനിക്ക് പറയാൻ. ഇതിനൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ അറിഞ്ഞൂടാ, പക്ഷേ എന്നാലും ഞാൻ പറയാം. ഓക്കെ, എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്താ ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.